ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ഫെബ്രുവരിയിൽ നടന്ന +2 ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 18ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഗോസ് ലോ റിലേറ്റ്സ് ഇലക്ട്രിക് ഫ്ലക്സ് വിത്ത് ഇലക്ട്രിക് ചാർജ്. A question, what is the SI unit of electric flux? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ∅ E.ds. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, ds എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്ന് വിചാരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ്, F/Q ഇൻറ്റു ഏരിയ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിൻ്റെ കൂളോമാണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ്. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. യൂസിങ് ഗോസ് ലോ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് സ്ട്രെയിറ്റ് വയറിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കി ചെയ്ത് പഠിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ ഫേമസ് ലോ ഇൻ ഫിസിക്സ് ഇസ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി ആസ് ഇൻറ്റഗ്രൽ B.dl is equal to μ0I. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ലോ. ഇത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം എന്നാണ്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് B.dl is equal to μ0 ടൈംസ് ഓഫ് കറണ്ട് എന്ന് പറയുന്നതാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യൂസിങ് ദിസ് ലോ ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ഇൻറ്റീരിയർ മിഡ് പോയിൻറ്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് ലോങ് സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് സോളിനോയിഡ് എന്ന ഡെറിവേഷൻ നമുക്ക് ചെയ്യാനുള്ളത്. കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സോളിനോയിഡ് ഹാവിംഗ് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ക്യാരിയിങ് കറണ്ട് I. ഫോർ പോയിൻറ്റ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ കോയിൽ ദ ഫീൽഡ് ഡ്യൂ ടു അപ്പർ പാർട്ട് ഓഫ് ദ സോളിനോയിഡ് tends to cancel the field due to the lower part of the solenoid turns. Thus, the field outside the solenoid is 0. At the midpoint, the field is strong and it acts along the axis of the solenoid. ഒരു സോളിനോയിഡിൻ്റെ ഫിഗർ തന്നിരിക്കുന്നു. n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ആണ്. ഓരോ ടേൺസിൽ കൂടെയും കടന്നു പോകുന്ന കറണ്ട് I ആണ്. ഇനി പറയുന്നത് സോളിനോയിഡിൻ്റെ അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്തു പോകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്. മിഡ് പോയിൻറ്റിൽ ഫീൽഡ് ഈസ് സ്ട്രോങ് ആൻഡ് ആക്ട് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ ആക്സിസിൽ കൂടിയാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇനി നമുക്ക് ഒരു ആംബീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. കൺസിഡർ ആൻ ആംബീരിയൻ ലൂപ്പ് ABCD ആസ് ഷോൺ ഇൻ ഫിഗർ. ഇനി ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാം. ഇൻറ്റഗ്രൽ B.dl is equal to ഇൻറ്റഗ്രൽ A to B B.dl പ്ലസ് ഇൻറ്റഗ്രൽ B to C B.dl പ്ലസ് ഇൻറ്റഗ്രൽ C to D B.dl പ്ലസ് ഇൻറ്റഗ്രൽ D to A B.dl. ഇവിടെ ഇൻറ്റഗ്രൽ A to B B.dl എന്ന് പറയുമ്പോൾ ബിയും ഡിഎലും സെയിം ഡയറക്ഷനിലാണ്. therefore B.dl cos 0. ഇൻറ്റഗ്രൽ B to C B.dl എന്ന് പറയുമ്പോൾ DLും ബിയും പെർപെൻഡിക്കുലറാണ്. കോസ് തീറ്റയ്ക്ക് പകരം കോസ് 90 ആവും. അതുകൊണ്ട് ഇൻറ്റഗ്രൽ B to C B.dl 0 ആയിരിക്കും. ഇൻറ്റഗ്രൽ C to D B.dl എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ആണ്. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ഫീൽഡ് 0 ആണ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഇൻറ്റഗ്രൽ C to D B.dl 0 ആയിരിക്കും. പിന്നെ ഇൻറ്റഗ്രൽ D to A B.dl നോക്കാം. D to A B.dl എന്ന് പറയുമ്പോൾ DLും ബിയും പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് തന്നെ D to A B.dl 0 ആണ്. therefore closed integral B.dl is equal to integral A to B B.dl which is equal to integral A to B B.dl cos 0. therefore closed integral B.dl is equal to integral B.dl which is equal to B into integral dl equal to B into L.
By Ampere's circuital theorem, integral B dot dl is equal to mu 0 I enclosed. ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി എൽ ആണെന്ന് കിട്ടി. ഇനി ഐ എൻക്ലോസ്ഡ് എത്രയാണെന്ന് നോക്കാം. ഒരു ടേണിൽ കൂടെ ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ എൻ ടേൺസ് ഉണ്ടെങ്കിൽ എൻ ഐ. യൂണിറ്റ് ലെങ്ത്തിലാണ് എൻ ടേൺസ്. അപ്പോൾ എൽ ലെങ്ത്തിലുള്ള ടേൺസ് എൻ എൽ. ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ഐ എൻ എൽ. Therefore, by Ampere's circuital theorem, closed integral B dot dl is equal to mu 0 I n L. Closed integral B dot dl ന് പകരം ബി എൽ എന്ന് എഴുതുന്നു. ബി എൽ ഇസ് ഈക്വൽ ടു mu 0 I n L. എൽ എല്ലും ക്യാൻസൽ ചെയ്യുന്നു. ബി ഇസ് ഈക്വൽ ടു mu 0 n I. അപ്പോൾ ഇത്രയും ഡെറിവേഷൻ ആണ് അത് എഴുതി പഠിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പ്രൂവ് സ്നെൽസ് ലോ ബേസ്ഡ് ഓൺ ഹൈഗീൻസ് പ്രിൻസിപ്പിൾ. ഹൈഗിൻസിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് സ്നെൽസ് ലോ, അതായത് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കാം. ലെറ്റ് എക്സ് വൈ ബി എ പ്ലെയിൻ റിഫ്രാക്റ്റീവ് സർഫസ് സെപ്പറേറ്റിംഗ് മീഡിയം 1 and 2 ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് n1 and n2 റെസ്പെക്റ്റീവ്ലി. ദ വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ദിസ് ടു മീഡിയ ആർ v1 and v2. AB is a plane wavefront incident at an angle I on the refracting surface at A. n1 എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയവും n2 എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് എക്സ് വൈ. ആദ്യത്തെ മീഡിയത്തിലുള്ള വെലോസിറ്റിയാണ് v1, രണ്ടാമത്തെ മീഡിയത്തിലുള്ള വെലോസിറ്റിയാണ് v2. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് എ ബി. അത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഐ. By the time the light from B reaches the point C, the secondary wavelets from A reach the point D. That is, BC is equal to V1T and AD equal to V2T. ഈ ഫിഗറിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ബി എന്ന പോയിന്റിൽ നിന്ന് ലൈറ്റ് വേവ്സ് സിയിലേക്ക് എത്തുന്ന നേരം കൊണ്ട് എ എന്ന പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് രണ്ടാമത്തെ മീഡിയത്തിൽ കൂടി സഞ്ചരിച്ച് ഡി എന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ബിയിൽ നിന്നും സിയിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസാണ് V1T. അതേസമയം എയിൽ നിന്നും ഡിയിലേക്ക് എടുത്ത ഡിസ്റ്റൻസാണ് V2T. ഇനി സി ഡി എന്ന ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ഇത്രയും ഫിഗർ വരയ്ക്കുക. അതിനുശേഷം എഴുതാനുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതെല്ലാം എഴുതിയെടുക്കുക. From triangle ABC, sin I is equal to BC by AC. From triangle ADC, sin R is equal to AD by AC. Sin I by sin R equal to BC by AC all divided by AD by AC. ACയും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. Therefore, sin I by sin R is equal to BC by AD. BC എന്ന് പറയുന്നത് V1T ആണ്. AD എന്ന് പറയുന്നത് V2T ആണ്. Therefore, sin I by sin R is equal to V1T by V2T. ടിയും ടിയും ക്യാൻസൽ ചെയ്യുന്നു. V1 by V2. നമുക്കറിയാം n is equal to C by V ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് n1 is equal to C by V1, n2 is equal to C by V2 എന്നറിയാം. അപ്പോൾ V1ഉം V2നും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. V1 is equal to C by n1, V2 equal to C by n2. അപ്പോൾ V1ഉം V2നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C ക്യാൻസൽ ചെയ്ത് പോകുന്നു. Therefore, sin I by sin R is equal to n2 by n1 or it is a constant. This is known as Snell's law of refraction. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എഴുതാൻ പഠിക്കുക. 4 മാർക്കിൻ്റെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. 21ാമത്തെ ചോദ്യമാണത്. When light of suitable frequency illuminates a metal surface, electrons are emitted from the surface. ഇത് ഡ്വെൽ നേച്ചർ എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വേവ് സ്യൂട്ടബിൾ മെറ്റൽസ് സർഫസിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞ പ്രതിഭാസമാണിത്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് H nu is equal to H nu 0 plus half mv square. H nu minus H nu 0 is equal to half mv square. H into nu minus nu 0 is equal to half mv square. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതുക. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഫോർ 2 different intensity I1 and I2 of incident radiations such that I1 less than I2 marks stopping potential in the graph.
ഗ്രാഫ് ഫിഗറിൽ തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. I1 I2 എന്നുള്ള രണ്ട് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ഫോട്ടോ കറണ്ട് വാരി ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റേഡിയേഷൻസ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി falls on a photosensitive material and a photocurrent of I is obtained. If the intensity of incident radiation is doubled and the frequency is reduced of half, the photocurrent becomes. കുറേ ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. കറണ്ട് എത്രയായിട്ട് മാറും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്നുകൂടിയും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആവശ്യമുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ 1.5 ടൈംസ് ഉള്ള ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കറണ്ട് I എന്ന് കിട്ടി. ഈ ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഇരട്ടിയാവുകയാണ്, അതേസമയം തന്നെ ഫ്രീക്വൻസി അതിൻ്റെ പകുതിയാവുകയാണെങ്കിൽ ഫോട്ടോ കറണ്ട് എന്തായിട്ട് മാറും എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കാദ്യം ത്രെഷോൾഡ് ഫ്രീക്വൻസി µ0 എന്ന് എടുക്കാം. µ0 ഇസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഗിവൺ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി µ is equal to 1.5 ടൈംസ് ഓഫ് µ0. അങ്ങനെയായിരിക്കുമ്പോൾ µ is greater than µ0. therefore there will be photoelectric effect and there will be a photocurrent. µ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ 1.5 ടൈംസ് ആണ്. അപ്പോൾ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായതുകൊണ്ട് ഫോട്ടോ കറണ്ട് ഉണ്ട്, I കറണ്ട്. വെൻ µ ഈസ് റെഡ്യൂസ് ടു ഹാഫ്, അടുത്ത സെക്ഷനിൽ പറയുകയാണ് ഈ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി പകുതിയാക്കി. അപ്പോൾ µ ഡാഷ് ഇസ് ഈക്വൽ ടു µ/2 which is equal to 1.5/2 µ0 which is equal to 0.75 µ0. അതായത് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ആദ്യം ഉണ്ടായിരുന്ന ഫ്രീക്വൻസിയുടെ പകുതി ആക്കിയപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവില്ല, ഫോട്ടോ കറണ്ട് ഉണ്ടാവില്ല. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ആൻസർ വിൽ ബി 0 എന്നാണ് ആൻസർ കിട്ടുക, അല്ലെങ്കിൽ നോ കറണ്ട് എന്നാണ് കിട്ടുക. ദർ വിൽ ബി നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് കറണ്ട് ഇസ് 0. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം ശ്രദ്ധിക്കാം. വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഒരു റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാനായിട്ട്, അതായത് AC-യെ DC ആക്കി മാറ്റാനായിട്ടാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഡയോഡാണ് അതിലുപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കാം. ഫിഗറിൽ തന്ന പോലെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ 2 ഡയോഡുകളുണ്ട്, D1 ആൻഡ് D2. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവിടെ എഴുതേണ്ടതെന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഹാഫ് സൈക്കിൾസ് ഓഫ് AC, ഡയോഡ് D1 ഈസ് പോസിറ്റീവ് ആൻഡ് ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. At this time D2 will not conduct as it is reverse bias, and the current flows through the load resistance and there will be an output. During the next half cycles of AC, diode D2 is positive, diode D2 is forward biased and it will conduct. At this time D1 will not conduct as it is reverse biased. Thus in all the half cycles either of the two diodes will be conducting. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് AC, ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയസ്ഡ്, D2 ഈസ് റിവേഴ്സ്ഡ് ബയസ്ഡ്, D1 conducts, D2 does not conduct. During the negative half cycles of AC, D1 is reverse biased, D2 is forward biased, D2 conducts and D1 does not conduct. അതായത് AC-യുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും നമുക്ക് വരയ്ക്കാം. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്വൈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് AC ആണ്. ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ട്വൈസ് ആയിരിക്കും ഫ്രീക്വൻസി കിട്ടുക. അപ്പോൾ അത്രയും ഒക്കെ വരയ്ക്കാനൊക്കെ പഠിക്കുക, എഴുതാൻ പഠിക്കുക.